പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കെതിരെയുള്ള പരാമർശത്തിൽ പ്രതിഷേധം അറിയിച്ച ഗായിക പുഷ്പവതിക്കെതിരെ വിമർശനവുമായി അടൂർ ഗോപാലകൃഷ്ണൻ. തന്റെ സംസാരം തടസ്സപ്പെടുത്താനും സിനിമാ കോൺക്ലേവിൽ പങ്കെടുക്കാനും എന്ത് അധികാരമാണ് അവർക്കുള്ളതെന്ന് അടൂർ വിമർശിച്ചു. അതേസമയം പട്ടിക വിഭാഗങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി അടൂരിന് അറിയില്ലെന്നും നിസ്സഹായരെ സർക്കാർ സഹായിക്കുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുതയെ ഇത്ര പ്രോത്സാഹിപ്പിക്കുന്നത് എന്നും പുഷ്പവതി ചോദിച്ചു. അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതം അടൂർ പഠിക്കട്ടെയെന്നും പുഷ്പവതി പറഞ്ഞു. സിനിമാ പോളിസി കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കെതിരെയുള്ള പരാമർശത്തിലായിരുന്നു സദസ്സിൽ എഴുന്നേറ്റുനിന്ന ഗായിക പുഷ്പവതി പ്രതിഷേധ ശബ്ദം ഉയർത്തിയത്. എന്നാൽ തന്റെ സംസാരം തടസ്സപ്പെടുത്താനും സിനിമാ കോൺക്ലേവിൽ പങ്കെടുക്കാനും എന്ത് അധികാരമാണ് അവർക്കുള്ളതെന്നായിരുന്നു അടൂരിന്റെ വിമർശനം. സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കുട്ടിയാണ് എണീച്ചതെന്ന് പ്രതിഷേധിച്ചത്. അവർ ആ കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുത്തു എന്നുള്ളത് അതിശയമാണ്. സംഗീത അക്കാദമി സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. കൊമേഴ്ഷ്യൽ സിനിമയിലേ ഉള്ളൂ പാട്ടൊക്കെ. ഞാൻ എടുക്കുന്ന സിനിമ പാട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ സിനിമയുടെ എസെൻഷ്യൽസ് എടുത്തു കഴിഞ്ഞാൽ അവരാരും ഇതിനകത്തില്ല. അപ്പോൾ എന്തിനാണ് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ ദിവസം ഇന്നത്തെ പത്രത്തിലെല്ലാം പടമില്ലേ, ഇന്നലെ ടെലിവിഷനിലെല്ലാം അവരുടെ പടമില്ലേ, നല്ല പബ്ലിസിറ്റി അല്ലേ. പിന്നാലെ അടൂരിന് മറുപടിയുമായി പുഷ്പാവതിയും രംഗത്തെത്തി. പട്ടിക വിഭാഗങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി അടൂരിന് അറിയില്ലെന്നും നിസ്സഹായരെ സർക്കാർ സഹായിക്കുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുതയെന്നും പുഷ്പാവതി ചോദിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് SC STകളുടെ അവകാശങ്ങളെക്കുറിച്ചിട്ടൊന്നും അത്ര ധാരണ ഉണ്ടാവാൻ വഴിയില്ല. ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങളെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് ധാരണ ഉണ്ടാവാൻ വഴിയില്ല. അതുകൊണ്ടായിരിക്കാം, അദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. കലാകാരനാണ് അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിഷയങ്ങളൊക്കെ ഒന്ന് പഠിച്ച് ഈ അരികുവൽക്കരിക്കപ്പെട്ടുള്ള മനുഷ്യരുടെ ജീവിതം അഭ്രപാളികളിൽ കൊണ്ടുവരാനും കൂടി അദ്ദേഹം ഒന്ന് ശ്രമിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. SC ST വിഭാഗക്കാർക്ക് നൽകുന്ന സർക്കാർ സഹായത്തിനെതിരെയായിരുന്നു അടൂരിന്റെ വിവാദ പരാമർശം. നല്ല പരിശീലനം നൽകണമെന്നും തുക 3ആയി ഭാഗിക്കണമെന്നുമായിരുന്നു അടൂരിന്റെ പ്രതികരണം. എന്നാൽ എല്ലാവരെയും ചേർത്തുപിടിച്ചുള്ള സമഗ്രമാറ്റമാണ് സംസ്ഥാന സർക്കാരിന്റെ നയം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സിനിമാ പോളിസി കോൺക്ലേവ് വേദിയിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ പോലീസിൽ പരാതി നൽകി ദളിത് ആക്ടിവിസ്റ്റ് ദിനു വെയില്. എന്നാൽ ജാതി അധിക്ഷേപമല്ല, പരിശീലനം നൽകണമെന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് അടൂരിന്റെ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര നയ രൂപീകരണത്തിന്റെ ഭാഗമായുള്ള സിനിമാ കോൺക്ലേവിന്റെ സമാപന സമ്മേളന വേദിയിലായിരുന്നു അടൂരിന്റെ വിവാദ പരാമർശം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് സർക്കാർ സഹായം നൽകുമ്പോൾ നല്ല പരിശീലനം നൽകണമെന്നായിരുന്നു അടൂരിന്റെ ഉപദേശം. അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ നല്ലൊരു, അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം, സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉൾപ്പെടെ എല്ലാവരെയും ചേർത്തുപിടിച്ചുള്ള സമഗ്രമാറ്റമാണ് സംസ്ഥാന സർക്കാരിന്റെ നയം. SC ST വിഭാഗത്തിൽ നിന്നുള്ള 4 സിനിമകളും മികച്ചതാണ്. സഹായം നൽകുന്നത് ഒരു തെറ്റായി സർക്കാർ കാണുന്നില്ലെന്നും നല്ല സിനിമകൾക്കുള്ള പിന്തുണ തുടരുമെന്നും മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകി. അതിന് ഈ ഗവൺമെന്റ് എടുത്ത ഏറ്റവും നല്ല ഡിസിഷനാണ്. 1.5 കോടി വെച്ച് 2 സിനിമ ഇറക്കുക, 4 സിനിമ ഇറക്കിയപ്പോൾ ഇപ്പോൾ 2 സിനിമയ്ക്ക് പണം കൊടുക്കാൻ പോവുക. അവരാദ്യമായിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അവരെടുത്ത സിനിമ, ഇത്രയും സിനിമകളും അതിപ്രഗത്ഭമായ മൂല്യബോധമുള്ള മികച്ച സിനിമകളാണ് സാർ അവരെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ 100% ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നാലെയാണ് SC ST വിഭാഗക്കാർക്കെതിരെയുള്ള അടൂരിന്റെ പരാമർശത്തിൽ ദളിത് ആക്ടിവിസ്റ്റ് ദിനു വെയിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും SC ST കമ്മീഷനിലും പരാതി നൽകിയത്. അടൂരിന്റെ പരാമർശത്തിലൂടെ SC ST വിഭാഗത്തിലെ മുഴുവൻ അംഗങ്ങളെയും കുറ്റവാളികളോ കള്ളന്മാരോ അഴിമതി ചെയ്യാൻ സാധ്യതയുള്ളവരോ ആയി ചിത്രീകരിക്കുന്നുവെന്നും പരാതിയിൽ ഉന്നയിച്ചു. SC ST വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ജാതി അധിക്ഷേപമല്ല, പരിശീലനം നൽകണമെന്നത് മാത്രമാണ് താൻ ഉദ്ദേശിച്ചതെന്നതാണ് അടൂരിന്റെ പ്രതികരണം. അതേസമയം അടൂരിന്റെ പരാമർശത്തിനെതിരെ സദസ്സിലും പ്രതിഷേധ ശബ്ദമുയർന്നിരുന്നു. പ്രതിഷേധമറിയിച്ച സാമൂഹ്യപ്രവർത്തകരും രംഗത്തെത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.